നമസ്കാരം. നമ്മളെല്ലാവരും കർക്കിടകവാവിൻ്റെ അടുത്താണുള്ളത്. പാർവണ ശ്രാദ്ധം. ശ്രാദ്ധം എന്ന വിഷയത്തിൽ ഒന്നുകൂടെ നിങ്ങൾക്കൊരു പരിചയം തരാം. ശ്രാദ്ധത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രാദ്ധം എന്ന് പറയുന്നത് എവിടെ നിന്നാണോ ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായത് അതിലേക്കുള്ള നമ്മുടെ തിരിച്ചുപോക്കാണ്. 3 തരം കടങ്ങളുമായി, ഋണങ്ങളുമായാണ് നാം ഏവരും ജനിക്കുന്നത്. ദേവന്മാരോടുള്ള കടം, അഥവാ പ്രാപഞ്ചികമായ ഈ പ്രപഞ്ചത്തിനോട്, ഈ പ്രകൃതിയോട് നമുക്കുള്ള കടം. നമ്മളുടെ ഉത്ഭവത്തിന് കാരണമായ ആ എനർജിയോടുള്ള കടമാണ് ദേവന്മാരോടുള്ള കടം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ നിലനിൽക്കാൻ കാരണമായ എല്ലാവിധ അറിവുകളും നമ്മൾക്ക് തന്നിട്ടുള്ള ഗുരുക്കന്മാരോടുള്ള കടം, ഋഷീശ്വരന്മാരോടുള്ള കടം, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് നമ്മുടെ DNA കാരണമായ നമ്മുടെ പിതൃക്കൾ, നമ്മുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ, അങ്ങനെ നമ്മുടെ DNA കാരണമായ നമ്മുടെ പിതൃ പരമ്പരയോടുള്ള കടമാണ്. ഇതിലെ മൂന്നാമത്തെ കടമായ പിതൃ കടം, ഋണം വീട്ടാനാണ് നമ്മൾ ശ്രാദ്ധം പൊതുവിൽ ആചരിക്കുന്നത്. ഇനി ശ്രാദ്ധം എന്നാൽ ജീവന്റെ ഉൽപ്പത്തിയിലേക്കുള്ള തിരിച്ചുപോക്കാണെന്ന് പറഞ്ഞു. പഞ്ചകൃത്യങ്ങളിൽ ധാരണ എന്ന് പറയുന്നതിൻ്റെ പരിപൂർണ അവസ്ഥയിലാണ് ധ്യാനം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും ആ വിഷയത്തിൽ നിന്ന് എന്തെല്ലാം ഗ്രഹിക്കാമോ അതെല്ലാം ഗ്രഹിച്ചു കഴിയുമ്പോഴാണ് നമ്മളും ആ വിഷയവും അല്ലെങ്കിൽ ആ ഒരു പോയിന്റും ലയത്തിലായി തീരുക. അതായത് നമുക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാം. ഒരു പോയിന്റിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെപ്പറ്റി എല്ലാം അറിയുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് സൃഷ്ടി നടത്താൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാം. അത് വെച്ച് എന്ത് ഉണ്ടാക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവുന്ന അവസ്ഥയിലാണ് നമ്മളൊരു പുതിയ വസ്തുവിനെ അതിൽ നിന്ന് സൃഷ്ടിക്കുന്നത്. ഇത് പഞ്ചകൃത്യങ്ങളിൽ ധാരണ മൂലം സംഭവിക്കുന്ന ധ്യാനം എന്ന് പറയുന്നു. ധ്യാനത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവുന്നു. ഇനി സൃഷ്ടി എന്ന് പറഞ്ഞാൽ ജനനമാണ്. ജനനത്തിലൂടെ ഒരു വസ്തു ഉണ്ടായി വരുന്നു. ഉണ്ടായ വസ്തു എന്ത് പറ്റും? വളരും. വളർന്ന് ഒരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അത് വിപരീതമായി തുടങ്ങും. വളർച്ച ശോഷിച്ചു വരും. ശോഷിക്കലിൻ്റെ അവസാനം അത് മരണത്തിലേക്ക് എത്തിച്ചേരും. അതായത് അതിൻ്റെ നാശം സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള 6 സ്റ്റെപ്പുകൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഇനി ഈ 6 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയ ഒരു ശരീരം പരിപൂർണമായി നശിച്ച് ഇഹലോകത്ത് നിന്ന് വിടവാങ്ങുന്നതിന് ശേഷമാണ് ഇവിടെ ബാക്കിയുള്ളവർ അതിനോടുള്ള കടം വീട്ടി തുടങ്ങുന്നത്. അതിലെ പ്രധാനമായ കടം വീട്ടിലാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും മരണത്തിന് ശേഷം 2 മാർഗങ്ങളിലൂടെ ആണ് പോകുന്നതെന്ന് പറയപ്പെടുന്നു. അത് നമ്മൾ ഓരോരുത്തരും ആർജിച്ച പുണ്യം കൊണ്ടാണ്, നമ്മൾ ചെയ്തിട്ടുള്ള നല്ലത് കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതാണ് ഏത് മാർഗത്തിലാണ് നമ്മൾ പോകുന്നത്. ഒന്ന് ഉത്തരായണമെന്നും സൂര്യന്റെ വഴി എന്നും, ഒന്ന് ദക്ഷിണായനം അഥവാ ചന്ദ്രന്റെ വഴി എന്നും നമുക്ക് തരാതരം തിരിക്കാം. ഇതിൽ ചന്ദ്രന്റെ വഴി പോകുന്നവർ, അവർ അതുവഴി ദേവന്മാരുടെ അടുത്തേക്ക് എത്തുമെന്ന് വിശ്വാസ പ്രമാണങ്ങൾ പറയുന്നു. ഇനി ആ ദേവന്മാരുടെ അടുത്തേക്ക് എത്തിയാലും അവർ അത്ര നാൾ ആർജിച്ച പുണ്യങ്ങൾ സ്ഥിരമല്ലാത്തതായതുകൊണ്ട് ക്ഷീണോ പുണ്യ, പുണ്യത്തിന്റെ ക്ഷീണം കൊണ്ട് അവർ തിരിച്ച് മനുഷ്യജാതിയിൽ തന്നെ ജനിക്കാൻ ഇടവരും. അതായത് വീണ്ടും അവരുടെ സൃഷ്ടി നടക്കുമെന്നർത്ഥം. ഇനി ഉത്തരായണം അഥവാ സൂര്യന്റെ വഴിയിൽ പോകുന്നവരോ, അവർ അവരുടെ ഡ്യൂട്ടികളെല്ലാം തീർത്ത്, അവരുടെ കടമകളും എല്ലാം തീർത്ത് സ്ഥിരമായ പുണ്യപ്രവൃത്തി വഴി മോക്ഷപ്രാപ്തി നേടുന്നുവെന്ന് പറയും. രണ്ടായാലും നമ്മളിലുള്ള ഇവിടെ ബാക്കിയുള്ളവർക്ക്, ആ DNA ബാക്കിയുള്ളവർക്ക് അവർ കാട്ടിയ വഴികളോടുള്ള നന്ദി സൂചകമായി അവരോടുള്ള കടം വീട്ടാനുള്ള അവസരമാണ് ഇത്തരം ശ്രാദ്ധങ്ങൾ. ഇപ്പൊ നമ്മൾ 2 മുക്തിയുടെ മാർഗങ്ങളെ പറ്റി പറഞ്ഞല്ലോ, ദക്ഷിണായനവും ഉത്തരായണവും. ഇതിൽ ദക്ഷിണായനത്തിൽ നമ്മൾ തിരികെ വരികയാണ്, വീണ്ടും സൃഷ്ടിയുടെ ആ ചക്രത്തിലേക്ക് തിരികെ വരുന്നു. മൂന്നാമതൊരു മാർഗം കൂടിയുണ്ട്. അതിൻ്റെ പേര് സദ്യോമുക്തി എന്നാണ്. ജ്ഞാനികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു അപൂർവമായ സംഗതിയാണത്. ജ്ഞാനം കൊണ്ട് പാപത്തെയും പുണ്യത്തെയും മറികടന്ന് എല്ലാത്തിലും ഒന്നായി തീർന്നു എന്നുള്ള അവസ്ഥയിൽ, അദ്വൈതം പരിപൂർണമാവുന്ന അവസ്ഥയിലാണ് ജ്ഞാനികൾക്ക് അത് സംഭവിക്കുന്നത്. ഉത്തരായണത്തിനും ദക്ഷിണായനത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു മാർഗമാണത്. ഇനി ഉത്തരായണത്തെ പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. ക്രമമുക്തി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ഏത് ദേവതയാണോ, പ്രകൃതിയുടെ ഏത് ഭാവത്തെയാണോ, ശക്തിയുടെ ഏത് ഭാവത്തെയാണോ ആരാധിക്കുന്നത്, അതും നമ്മൾ ഒന്നായി തീരുന്ന അവസ്ഥയിലാണ് നമ്മൾക്ക് ഉത്തരായണം എന്ന് പറയുന്ന രീതിയിലുള്ള ക്രമമുക്തി ലഭിക്കുന്നത്. ഇനി ഇതിൽ തന്നെ 4 വിധത്തിൽ
നമ്മൾക്ക് മുക്തി ലഭിക്കുന്നുണ്ട്. 4 വിധത്തിൽ ഉത്തരായണത്തിലെ മുക്തി പ്രവർത്തിക്കുന്നു. സാരൂപ്യം, സാലോക്യം, സാമീപ്യം, സായുജ്യം, ഇങ്ങനെ 4 വിധങ്ങൾ. സാരൂപ്യം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഉദ്ധവർക്ക് ശ്രീകൃഷ്ണനോട് അവസാന കാലഘട്ടത്തിൽ വന്നു ചേർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പോലെയുള്ള സാരൂപ്യം, ഒരേ രൂപം, ചലനം, ഭാവം ഇത് വരുന്ന വഴിയാണ്. അങ്ങനെ ഭഗവാൻ ലയിക്കുക. സായുജ്യം എന്ന് പറയുന്നത് പരിപൂർണമായി ഭഗവാൻ ലയിക്കുന്ന അവസ്ഥയാണ്. സാമീപ്യം എന്ന് പറയുന്നതോ, സാമീപ്യം നമ്മൾ ഭഗവാന്റെ തൊട്ടടുത്തുണ്ടാവുക, ഭഗവാനൊത്ത് വസിക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഇനി സാലോക്യം എന്ന് പറയുന്നത് മഹാദേവന് കൈലാസവും വിഷ്ണുവിന് വൈകുണ്ഠവും പോലെ അവരവർ വസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളും എത്തിച്ചേരുന്ന അവസ്ഥയാണ്. ഇങ്ങനെ 4 മാർഗങ്ങളിൽ ഉത്തരായണത്തിലെ ക്രമമുക്തി മൂലം ഒരാൾക്ക് മുക്തി ലഭിക്കാം. ഇത്തരത്തിൽ ഏത് വിധേന മുക്തി ലഭിച്ചാലും നമ്മളുടെ ജനിതക മാർഗത്തിന്റെ അടിസ്ഥാനമായി കൊണ്ടുള്ള നമ്മുടെ പിതാമഹന്മാർക്ക് നന്ദി പറയാനുള്ള അവസരമാണ് ശ്രാദ്ധം. അതിൽ തന്നെ പാർവണ ശ്രാദ്ധത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. മറ്റുള്ള വിധത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ പിതാമഹന്മാർക്ക് ബലിയിടുമ്പോൾ അവരവർ മരണപ്പെട്ട നാളുകളിൽ ബലിയർപ്പിക്കാറുണ്ട്. മറ്റു പ്രധാന ബാവുകളിലും ബലിയർപ്പിക്കാറുണ്ട്. ഇതെല്ലാം അവരിലേക്ക് ചെന്ന് കയറുന്ന, അവരിലേക്ക് ചെന്ന് ചേരുന്ന ആ വിശേഷപ്പെട്ട ദിവസമാണ് പാർവണ ശ്രാദ്ധം അല്ലെങ്കിൽ കർക്കിടവാവ് എന്ന് പറയുന്നത്, കർക്കിടകത്തിലെ അമാവാസി. ഈ വർഷം വരുന്ന ആഗസ്റ്റ് 12-ാം തീയതിയാണ് അത് വരുന്നത്. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്ന് മറ്റുള്ളവരുടെ സഹായം പോലുമില്ലാതെ വീടുകളിലോ വിദേശത്തെ ഫ്ലാറ്റുകളിലോ എല്ലായിടത്തിലും ഇരുന്ന് എങ്ങനെ നമുക്കിത് നിർവഹിക്കാനാകും, നമ്മുടെ പിതാമഹന്മാരോടുള്ള കടം എങ്ങനെ വീട്ടാനാകും എന്നുള്ളത് നമ്മുടെ അടുത്ത വീഡിയോയിൽ ശ്രീ തന്ത്രി VR രാജേഷ് ശർമ്മ നമ്മളോട് വിവരിക്കുന്നുണ്ട്. അത് ഈ ആഴ്ച തന്നെ വരുന്നതാണ്. നമസ്കാരം.